ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല ചൂടാണ്. ഈ ചൂട് കാലാവസ്ഥയ്ക്ക് കുടിക്കാൻ പറ്റിയ കുറച്ച് ജ്യൂസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരെല്ലാം കണ്ട് നോക്കണം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തൈര് സാദമാണ്. ഞാനിവിടെ സാധാരണ കിട്ടുന്ന റേഷനരി വെച്ചാണ് റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾക്ക് വയറിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള സമയത്ത് ഈ തൈര് സാദം കഴിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. നമുക്ക് ഈ തൈര് സാദം ഉണ്ടാക്കാൻ തുടങ്ങാം. തൈര് സാദം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം അരി വേവിച്ചെടുക്കണം. ചോറുണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല ഇനം പച്ചരിയോ ബസ്മതി റൈസോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ കിട്ടുന്ന പച്ചരിയാണ്. ഇനി അരിയിൽ വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി അരി വേവിക്കാനായിട്ട് ഒരു പാനിൽ വെള്ളം ചൂടാക്കാൻ വെക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം അതിലേക്ക് അരി ഇട്ടാൽ മതി. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരി നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ അരി ഒന്ന് വെന്തോന്ന് നോക്കാം. ഒരു ഏകദേശം ഒരു പാകമായിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറ് വെക്കുന്നതിലും കുറച്ചുകൂടി വേവിച്ച് വേണം തൈര് സാദത്തിന്റെ റൈസ് എടുക്കാനായിട്ട്. ചോറ് കുറച്ച് വെന്ത് കുഴഞ്ഞിരിക്കുന്ന പാകം, അതാണ് തൈര് സാദത്തിന്റെ ചോറിന്റെ പാകം. ഇപ്പോൾ ചോറ് വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ചോറ് കട്ട പിടിക്കാതെയും കിട്ടും. ആ ചോറിലുള്ള ഒരു പശപ്പൊക്കെ മാറിക്കിട്ടും. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് ഇതുപോലുള്ള ഒരു ഊട്ടയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വെള്ളമെല്ലാം പോകാനായിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. തൈര് സാദത്തിന് താളിച്ചിടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഉണക്കമുളക്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ആവശ്യത്തിന് നല്ലെണ്ണ, ആവശ്യത്തിന് ഉപ്പുപൊടി. ഇപ്പോൾ ചോറ് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് കുറച്ച് കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് തൈരും പാലൊക്കെ ഇട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. ഇനി ചോറിലേക്ക് നമുക്ക് തൈര് ഇട്ട് കൊടുക്കാം. തൈര് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിച്ച തൈര് ഇട്ട് കൊടുക്കരുത്. കൂടുതൽ പുളിച്ച തൈരായിരുന്നെങ്കിൽ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പുളി കൂടി ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് പുളി കുറഞ്ഞ് തൈര് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചോറ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ പാകം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പുളി കുറവാണെങ്കിൽ സ്വല്പം തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ചോറ് ഇങ്ങനെ കുറച്ച് കുഴഞ്ഞ് ഇരിക്കുന്ന പാകത്തിൽ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ തൈര് സാദത്തിനുള്ള ചോറ് റെഡി ആയി കഴിഞ്ഞ് 2 പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും തൈരും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി കടുക് താളിച്ചിടാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇവ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉണക്കമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം.
പരിപ്പ് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പരിപ്പെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തത് നമുക്ക് ചോറിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചീര മാതള നാരങ്ങ മുന്തിരി ഇതൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. മല്ലിയിലൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഒരു പ്ലെയിൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈര് റൈസ് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഈ തൈര് റൈസ് ഏതെങ്കിലും ഡ്രൈ ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി പോലുള്ള കറിയൊക്കെ ആയിട്ട് കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ പപ്പടം അച്ചാർ ഇവയുടെ കൂട്ടിയൊക്കെ കഴിക്കാവുന്നതാണ്. ഞാനിവിടെ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും വെണ്ടക്ക മെഴുക്ക് പുരട്ടിയും അച്ചാറും എല്ലാമാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്, നിങ്ങളത് കണ്ടു നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്